റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുക എന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181 നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ തുടർഭരണത്തിൽ ജനങ്ങൾ കടുത്ത അസംതൃപ്തിയിലാണ്. അതിന്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാകും. 2021 കോവിഡ്, പ്രളയം എന്നിവയാണ് പിണറായിയുടെ രണ്ടാം ഭരണത്തിന് വഴിതെളിയിച്ചത്. എന്നാൽ ഇക്കുറി UDF തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. No doubt. ആത്മവിശ്വാസം താങ്ക്സ് ടു ലാസ്റ്റ് ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ അതാണല്ലോ ജനം വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിന് എന്തുണ്ടായി? കടം 6 ലക്ഷം കോടിക്ക് വർദ്ധിക്കല്ലാതെ മറ്റെന്തുണ്ടായി? ഇനി ഏതൊരു ഗവൺമെൻറ്റും ഭരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. വീണ്ടും ആ കടബാധ്യത ഓരോ കൊല്ലം കൂടുമ്പോൾ കൂടുകയാണ്. അപ്പം അത്ര ആ ചുറ്റുപാട് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അറിയുന്നവരാരും. അത് അല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തന്ത്രങ്ങളുണ്ടാവും. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണല്ലോ UDF. അവർ രണ്ടും ഒന്നിച്ചു കൂടി നിന്നാലും അവർ വേറെ വേറെ ഡീലുണ്ടാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല കേരളത്തിൽ. അതുകൊണ്ട് അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. കൂടും, ഉറപ്പല്ലേ? കൂടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങളൊക്കെ പറയും എല്ലാ ആൾക്കാരും വന്നു, എല്ലാ വിധത്തിലെ സന്നാഹങ്ങൾ 2 കൂട്ടം വന്നു, പോളിംഗ് ശതമാനം കൂടി. ആ പോളിംഗ് ശതമാനം ഇപ്പോഴുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വോട്ട് കൂടിയിട്ടുണ്ടാകുക. കാരണം കഴിഞ്ഞ 6 മാസക്കാലം കൂടി ഭരിച്ചല്ലോ, ആ ഭരണവിരുദ്ധതയും കൂടി പ്രകടമാവും. A+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.